ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കൂണ് അഥവാ മഷ്റൂം ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുക്കാവുന്ന നല്ല ഒന്നാന്തരം ഒരു ബിരിയാണിയാണ്. വെജിറ്റബിൾ ബിരിയാണിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് എന്തായാലും സെലക്ട് ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പി തന്നെയാണിത്. പണ്ടത്തെ പോലെയല്ല, മുമ്പൊക്കെ നമ്മൾ കൂണൊക്കെ വളരെ റയറായിട്ടാണ് യൂസ് ചെയ്യാറുള്ളത്. പക്ഷേ ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മഷ്റൂം ഉപയോഗിച്ച് ഓരോ ഡിഷസ് ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഒരു ബിരിയാണി തന്നെയാണ് ഇത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഡെയിലി ഇടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഇതിനായിട്ട് ആദ്യം തന്നെ ചൂടായി വന്ന നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ പ്യുവർ ഗീ ഇട്ട് കൊടുക്കാം. നോൺ സ്റ്റിക്കിൻ്റെ പാത്രം തന്നെ യൂസ് ചെയ്യണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് സ്റ്റീലിൻ്റെ പാത്രം വേണമെങ്കിലും ഇതിനു വേണ്ടി എടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആളുകളൊക്കെ ഈ സൺഫ്ലവർ ഓയിൽ പകരം കൂടുതലായിട്ട് ഗീ ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു കഷ്ണം കറുകപ്പട്ട, 3 ഏലക്കായ, 3 ഗ്രാമ്പു ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് സ്റ്റൗവിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിമാണെന്ന് ഉറപ്പുവരുത്തുക. ഇതുകൂടാതെ 2 ബേ ലീഫ്, ഒരു 7 കാഷ്യും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ജസ്റ്റ് ആ കാഷ്യൊക്കെ ഒന്ന് റോസ്റ്റായി കിട്ടുന്നവരെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. കാഷ്യൊക്കെ റോസ്റ്റായി വന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ഒരു സബോള നിങ്ങൾ തന്നെ നുറുക്കിയിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടാതെ 1 ടീസ്പൂൺ പെരുംജീരകം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതേപോലെ സബോള ഇട്ട് കൊടുത്തതിന് ശേഷം സ്റ്റൗവിൻ്റെ ഫ്ലെയിം ലോയിൽ നിന്ന് കുറച്ചും കൂടി മീഡിയത്തിലേക്ക് ആക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ സബോളൊക്കെ ആവശ്യത്തിന് വഴണ്ട് വന്നിട്ടുണ്ട്. ഏകദേശം ഈ ഒരു ലെവലിലാവുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർക്കാം. കൂടാതെ 3 പച്ചമുളക് നീളനെ കീറിയതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചാണ് ചേർക്കണം നിർബന്ധമില്ല. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടെങ്കിൽ അതായാലും മതി. ഏകദേശം ഒരു 30 സെക്കൻഡ് ഇതേപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികളൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് സ്റ്റവിൻ്റെ ഫ്ലെയിം വീണ്ടും ലോയിലേക്ക് മാറ്റിയതിന് ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ സാധാരണ എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല ഇത് നമുക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ഇട്ട് കൊടുത്ത പൊടികളുടെ പച്ചമണക്ക് മാറി നന്നായിട്ട് മൂത്ത് വന്ന സമയത്ത് ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് മെൽറ്റായി കിട്ടണവരെ കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ആവശ്യത്തിന് മസാലയിലേക്കൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവിൻ്റെ ഫ്ലെയിം ഒന്ന് വീണ്ടും ലോയിലേക്ക് കൊണ്ടുവരാം. എന്നിട്ട് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ യോഗർട്ട് അല്ലെങ്കിൽ കേടായാലും മതി, അത് ഏതെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇതുകൂടാതെ 1/2 ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കാം. ചെറിയ തീയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ മഷ്റൂമിലേക്കുള്ള മസാലയൊക്കെ നന്നായിട്ട് റെഡി ആയി കഴിഞ്ഞു. ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്ത മഷ്റൂം ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 250 ഗ്രാം അളവിലാണ് മഷ്റൂം ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ കൂണൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ മുമ്പേ തന്നെ അത് വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെക്കാണ്ടിരിക്കാൻ നോക്കുക. അപ്പോൾ അത് കൂടുതൽ കറക്കാനുള്ള ചാൻസ് ഉണ്ട്. എപ്പോഴാണോ ഇടാൻ ഉദ്ദേശിക്കുന്നത് അതിന് ഏകദേശം ഒരു 1-2 മിനിറ്റ് മാത്രം മുമ്പ് അത് കട്ട് ചെയ്തൊക്കെ ചെയ്ത് വെക്കുക. അപ്പോൾ പിന്നെ അത്രയ്ക്ക് അങ്ങോട്ട് കറുത്ത് വരില്ല. ഇപ്പോൾ നമ്മുടെ കൂണ് മസാലയായിട്ടൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കൂണിന്ന് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഏകദേശം ഒരു 3-4 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇതിലേക്ക് കൂടുതലായിട്ട് വെള്ളമൊന്നും ചേർക്കണില്ല, കാരണം ഇതിൽ അത്യാവശ്യത്തിന് വെള്ളമൊക്കെ ഇതിൽ തന്നെ ഇറങ്ങി വന്നോളും. എന്നാൽ നിങ്ങൾ കുക്ക് ചെയ്യുന്ന പാത്രം അത് നോൺ സ്റ്റിക്ക് അല്ലെങ്കിൽ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കുക, കാരണം വെള്ളത്തിൻ്റെ അളവ് നോൺ സ്റ്റിക്കിനും മറ്റുള്ള പാത്രങ്ങൾക്കനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ കൂണ് വേവിക്കാൻ വെച്ചിട്ട് ഏകദേശം ഒരു 4 മുതൽ 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മൾ തുറക്കുമ്പോൾ തന്നെ കാണാം ഇതിലേക്ക് അത്യാവശ്യം വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൂണൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് നല്ല സെറ്റപ്പായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് റൈസ് മിക്സ് ചെയ്യാം. ഇതിനായിട്ട് 85% വേവിച്ചെടുത്ത ബസുമതി റൈസ് ഇട്ട് കൊടുക്കാം. പിന്നെ ഈ റൈസ് വേവിക്കുന്ന സമയത്ത് 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഗീയോ ഏതെങ്കിലും ഒന്ന് ചേർത്ത് കഴിഞ്ഞാൽ അത് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് സഹായിക്കും. ഇനി ഇതിലേക്ക് 1 വാള മല്ലിയില ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഈ റൈസ് മഷ്റൂം മസാലയായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് സെറ്റാക്കി എടുക്കാം. അതേപോലെ ഈ റൈസ് മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതേപോലുള്ള സിലിക്കോണിൻ്റെ കയ്യിലോ അല്ലെങ്കിൽ മരത്തിൻ്റെ കയ്യിലോ ഒക്കെ ആണെങ്കിൽ റൈസൊന്നും അധികം തന്നെ പൊട്ടിപ്പോവാതെ വളരെ സിമ്പിളായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും.
അപ്പോൾ നമ്മുടെ മഷ്റൂം ബിരിയാണി റെഡി ആയി കഴിഞ്ഞു. നമുക്കൊരു 5 മിനിറ്റ് സ്റ്റവ് ഓഫ് ചെയ്ത് അടച്ചു വെച്ചതിന് ശേഷം സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വീടുകളിൽ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മഷ്റൂം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് വീടുകളിൽ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഈ ഒരു ബിരിയാണി ഉണ്ടാക്കിയെടുക്കാനായിട്ട് അധികം എക്സ്പീരിയൻസിനൊന്നും ആവശ്യമില്ല. ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. അത്ര സിമ്പിളാണ്. പിന്നെ കുറച്ച് വെറൈറ്റി ആയതുകൊണ്ട് തന്നെ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടാനുള്ള ചാൻസും കൂടി കൂടുതലാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കുക. അത് നല്ലതായാലും മോശമായാലും എന്തായാലും അറിയിക്കണേ. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം ഞങ്ങളുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ജയ റെസിപ്പിയുടെ മറ്റൊരു അടിപൊളി വിഭവമായി ഇനി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.